നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പിണറായി വിജയൻ ഇടയ്ക്കിടെ പറയാറുണ്ട്. അത് അച്ചട്ടാകുന്നു. പിണറായിയും മകളും ഇപ്പോൾ വല്ലാണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്. എത്ര വെള്ളം കുടിച്ചിട്ടും വീണ്ടും തൊണ്ട വരളുന്ന അവസ്ഥയാണ്. കപ്പിത്താനിലേക്ക് തന്നെ ED എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉടൻ തന്നെ സമൻസ് അയച്ചേക്കും. അതായത് ചോദ്യം ചെയ്യലിന് ഉടൻ പിണറായിയെ വിളിപ്പിക്കും, തൂക്കിയെടുക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഈ പുറത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ അന്തം കമ്മികൾ, അതായത് ജയിലിനകത്ത് കിടക്കുന്ന കുറച്ച് അന്തം കമ്മികൾ ഉണ്ടല്ലോ, അവരിപ്പോൾ കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രോഡുകൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ അകത്ത് കിടക്കുന്നത് എന്നാണ് ആ മണ്ടന്മാർ കരയുന്നത്. IP ബിനു ഉൾപ്പെടെ 25ഓളം CPM പ്രവർത്തകരാണ് EDയെ ആക്രമിച്ച കേസിൽ അകത്ത് കിടക്കുന്നത്. ആയ കാലത്ത് ഇനി അവന്മാർ പുറത്തിറങ്ങില്ല. ഇവിടെ അവർക്ക് പറ്റിയ മണ്ടത്തരം എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നവരിൽ സാധാരണക്കാരായ പ്രവർത്തകരാണ്. അതായത് സാധാരണക്കാരിൽ സാധാരണക്കാർ. അതിലൊരാളുടെ വീടിൻ്റെ അവസ്ഥ, ദയനീയാവസ്ഥ നമ്മൾ കണ്ടല്ലോ. അപ്പോഴും പിണറായി വിജയനും മകളുമൊക്കെ പട്ടുമെത്തയിൽ AC ഒക്കെ കൊണ്ട് കിടന്നുറങ്ങുന്നതായിരുന്നു കാഴ്ച. ഈ പറയുന്നവന്മാർ അകത്തായതോടെ ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ കുടുംബങ്ങൾക്ക്. കാരണം അന്നന്നത്തെ ജോലിയുടെ കൂലിയും കൊണ്ട് കഴിഞ്ഞു പോകുന്ന കുടുംബങ്ങളാണ് ഇതൊക്കെ. അവർക്ക് വലിയ പ്രിവിലേജുകളൊന്നുമുള്ള മനുഷ്യരല്ല, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ല. ഈ പറയുന്ന ഇവർ കൊടിയും പിടിച്ച് CPMന് വേണ്ടി പുറത്തേക്കിറങ്ങി നേതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടിയും തല്ലുകൊള്ളുന്ന ഒരു കൂട്ടമാണ് അന്തം കമ്മികൾ എന്ന് നമുക്ക് അവരെ പറയാം. കാരണം കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ പണിക്ക് അവന്മാർ പോകില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഈ പറയുന്ന തലമുതിർന്ന നേതാക്കളൊക്കെ രംഗത്തേക്കിറങ്ങി EDയുടെ കാറ് തല്ലിപ്പൊളിക്കാഞ്ഞത്? അതിനുവേണ്ടി എന്തിനാണ് ഈ പ്രവർത്തകരെ മാത്രം ഉന്തിത്തള്ളി മുന്നിലേക്ക് വിട്ടത്? പോയി നേതാക്കന്മാർക്ക് അങ്ങ് തല്ലിപ്പൊളിക്കാമായിരുന്നല്ലോ. അവർക്ക് ബുദ്ധിയുണ്ട്. കാരണം അവർ നേരിട്ട് പോയി EDയുടെ കാറ് തല്ലിപ്പൊളിക്കുകയും ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്താൽ അകത്ത് കിടക്കും എന്ന് നേതാക്കന്മാർക്കറിയാം. ഈ പറയുന്ന അന്ന് അവിടെ മുൻപിലുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ജോൺ ബ്രിട്ടാസ് MP ആണ്, കസേര തെറിക്കുമെന്നറിയാം EDയെ ആക്രമിച്ച കേസിൽ അകത്തായി കഴിഞ്ഞാൽ. പിന്നെ MLA മാരൊക്കെയാണ്. കസേര കളയാൻ ഈ നേതാക്കന്മാരാരും തയ്യാറല്ല. അതുകൊണ്ട് നൈസായിട്ട് അവര് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് പിന്നോട്ട് വലിഞ്ഞിട്ട് ആഹ്വാനം കൊടുത്തു, പോയി അങ്ങ് തല്ലി പൊളിച്ചു കൊള്ളാൻ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ മണ്ടന്മാർ ഇറങ്ങിച്ചെന്ന് ED വന്ന കാർ ആക്രമിക്കുന്നു, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. എന്നിട്ട് എന്തായി? നിങ്ങൾ അവരെ ആക്രമിക്കാൻ ചെന്നിട്ട് നിങ്ങൾ അകത്ത് കിടക്കുന്നു എന്നുള്ളതല്ലാതെ എന്താണ് സംഭവിച്ചത്? നമുക്ക് രാഷ്ട്രീയമാകാം, പക്ഷേ രാഷ്ട്രീയ അന്ധതയായിക്കൂടാ. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണെങ്കിൽ കൂടി ആ പ്രസ്ഥാനം തെറ്റ് ചെയ്താൽ ആദ്യം ശബ്ദം ഉയർത്തേണ്ടത് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിന് മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്ന ആൾക്കാരാണ് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനുമൊക്കെ. പാർട്ടിയിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ അവർ ശബ്ദമുയർത്തി. അവർ ആവർത്തിച്ച് ശബ്ദമുയർത്തിയിട്ടും അത് പാർട്ടി കേൾക്കാതെ വന്നതോടെയാണ് അവർക്ക് പുറത്തേക്കിറങ്ങി സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നത്. അങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ എന്താണ് അവർക്ക് തിരിച്ചു കിട്ടിയത്? ജനം അവർക്കൊപ്പം നിന്നു. ജനങ്ങൾ അവരെ വിജയിപ്പിച്ച് MLA മാരാക്കി നിയമസഭയിലേക്ക് വിട്ടു. അവർക്കൊപ്പം അണിനിരക്കുന്ന ഒരു കൂട്ടം CPMകാരുണ്ട്. ആ സമയത്ത്, അതായത് ED ഉദ്യോഗസ്ഥരെ CPMകാർ ആക്രമിച്ച സമയത്ത് രംഗത്തേക്ക് വന്നു നിന്ന് അതിനെ വിമർശിച്ച ഒരു കൂട്ടം CPMകാരുണ്ട്. എന്തിനാണ് പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഈ CPMന്റെ ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി വിട്ട് കലാപം ഉണ്ടാക്കുന്നത്? എന്തിനാണ് CPM പ്രവർത്തകരെ തല്ലുകൊള്ളിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു. പിണറായി വിജയനായിരുന്നു അതിന് മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷേ പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ല. പകരം MP ഗോവിന്ദൻ വന്നു നിന്ന് വലിയ ഗീർവാണമടിയായിരുന്നു. മകളിലൂടെ അച്ഛനിലൂടെ പാർട്ടിയെ വേട്ടയാടുന്നുവെന്ന്. എന്തുണ്ടയാണ്? എന്നിട്ടാണോ ഇപ്പോൾ പിണറായി വിജയനെ പോലും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ED കടക്കുകയാണ്? ഒരു ഉണ്ടയും ഇല്ലാതെ ED ഇങ്ങനെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വരുമോ? അങ്ങനെ നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ലല്ലോ പിണറായി വിജയൻ. ഇന്ന് ED വന്ന് അങ്ങ് ചോദ്യം ചെയ്യാനായിട്ട് അവർക്ക് മതിയായ തെളിവുകൾ അവരുടെ പക്കലുള്ളത് കൊണ്ടാണ്, സംശയം അവർക്ക് തോന്നിയത് കൊണ്ടാണ് പിണറായി വിജയന്റെ മകളെ 3 തവണ ചോദ്യം ചെയ്തതും ആ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കയ്യിൽ കറ പറ്റിയിട്ടുണ്ട്, മടിയിൽ കനമുണ്ട്. അതാണ് കാര്യം. അവിടെയാണ് ഈ ജയിലിൽ കിടക്കുന്ന മണ്ടന്മാർ ഇപ്പോൾ കരയുന്നു എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ ഫ്രോഡുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവന്മാരുടെ ഭാവി കൊണ്ടുപോയി തൊലച്ചത്.
പോയപ്പോൾ ആർക്ക് പോയി? ആ കുടുംബങ്ങൾക്ക് പോയി എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ കഴിയുക? ആ കുടുംബത്തിലെ അമ്മമാർ, അതായത് ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ അന്തംഗമികളുണ്ടല്ലോ, അവരുടെ മാതാപിതാക്കൾ AKG സെന്ററിൽ പോയി കരയുകയാണ്, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങനെ രക്ഷിക്കാനാണ്? കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച കേസാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഉടനെ ഒന്നും പുറത്തിറങ്ങില്ല എന്ന് സാരം. നമ്മൾ എന്തെല്ലാം, അതായത് വീണയുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ പുറത്തേക്ക് വന്നു. പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പിണറായി തയ്യാറാകണമെന്ന് എന്തുകൊണ്ട് ഒരു നേതാക്കൾ പോലും പറഞ്ഞില്ല? ഇവിടെ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം വന്നപ്പോൾ, ബിനീഷ് കോടിയേരിയെ തൂക്കി ജയിലിൽ ഇട്ടപ്പോൾ അന്ന് കോടിയേരിക്കെതിരെ വലിയ ഡയലോഗ് അടിച്ച പിണറായി എന്തുകൊണ്ട് ഇന്ന് സ്വയം ഒരു ധാർമ്മികത കാണിക്കുന്നില്ല? അന്ന് പിന്നെ കോടിയേരി ബാലകൃഷ്ണന് കുറച്ചെങ്കിലും അന്തസ്സുള്ളത് കൊണ്ട് ആ മനുഷ്യൻ പദവി രാജിവെച്ച് മാറി നിന്നു. മകനെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ, കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവനെതിരെ നേരിടട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? എല്ലാ കാലത്തും മകൾക്കെതിരെ ആരോപണം വരുമ്പോൾ പാർട്ടിയെ ഇറക്കിവിട്ട് അതിനെ നേരിടാൻ നോക്കുന്നു. അത് തന്നെ ഒരു ഊച്ചാളിത്തരമാണ്. എന്നിട്ട് പറയുന്നതോ ഇരട്ടച്ചങ്കനാണെന്ന്. ഇരട്ടച്ചങ്കനാണെങ്കിൽ മകൾക്കെതിരെ ആരോപണം വരുമ്പോൾ ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ നിങ്ങളൊരു CPM-കാരനായിരുന്നുവെങ്കിൽ എന്ത് നിലപാടായിരുന്നു എടുക്കേണ്ടിയിരുന്നത്? മകളുടെ കാര്യത്തിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ നിയമപരമായി നേരിടട്ടെ എന്ന് എന്തുകൊണ്ട് പറയാനുള്ള നട്ടല് പിണറായി വിജയൻ കാണിക്കുന്നില്ല? അവിടെയാണ് നമ്മൾ, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ തന്നെ പിണറായിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കൈകഴുകാൻ കഴിയുന്നത്? CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ നിർണായക തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത്. ഇൻവോയ്സ് ഇല്ലാതെയും വീണ CMRLൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷമാണ് കൈപ്പറ്റിയിരിക്കുന്നത്. വീണയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഈ വീണയ്ക്ക് എക്സാലോജിക് എന്ന കമ്പനി അല്ലാതെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനി ഉണ്ടെന്ന് ഇവിടെ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? EDയുടെ ഈ അന്വേഷണത്തിൽ പുറത്തേക്ക് വന്ന വിവരമാണിത്. ഇതുവരെ ആർക്കെങ്കിലും അറിയാമായിരുന്നോ വീണയ്ക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉള്ളതായിട്ട്? ഈ തല്ലുകൊള്ളാൻ പോയ കമ്മികൾക്ക് ഇതുവരെ അറിയാമായിരുന്നോ? അല്ലെങ്കിൽ CPMന്റെ മുതിർന്ന നേതാക്കളിൽ ചിലർക്ക് ഇപ്പോഴാണ് അവരിൽ പലരും വീണയ്ക്ക് ഇങ്ങനെ ഒരു കമ്പനി കൂടി ഉണ്ട് എന്നറിയുന്നത്? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആരോപണം വരുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പിണറായിക്കുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ എല്ലാം പൂഴ്ത്തിവെക്കാനാണ് ശ്രമിച്ചത്. എന്തിനാണ് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചത്? ഭയമുള്ളത് കൊണ്ടാണ് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചത്. CMRLന്റെ തട്ടിപ്പ് രീതിയെക്കുറിച്ചും ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ EDയുടെ പക്കലുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് CMRL ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകുന്നതുമാണ് തട്ടിപ്പിന്റെ രീതി. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷനാണ് ലഭിക്കുക. ട്രാൻസ്പോർട്ടർമാരുടെ ചോദ്യം ചെയ്യലിലാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ കണ്ടുകെട്ടൽ നടപടികൾ ഉടൻ ആരംഭിക്കും. ED റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. വീണയുടെ സ്വന്തം പേരിലും കമ്പനികളുടെ പേരിലുമായി നിക്ഷേപിച്ച 17.22 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 26 കോടിയും മരവിപ്പിച്ചിരുന്നു. റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്ന് ഐഫോണിന് പുറമെ പിടിച്ചെടുത്ത ഡയറിയും ED പരിശോധിക്കുകയാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പ്രതികളോട് വിശദീകരണം തേടിയ ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇവിടെ പിണറായിക്കും മകൾക്കും ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് കർത്തയുടെ മൊഴിയിൽ നിന്നാണ്. കർത്ത EDക്ക് കൊടുത്തിരിക്കുന്ന മൊഴി അത്ര നിസ്സാരമൊന്നുമല്ല. അത് നേരിട്ട് പിണറായിയിലേക്ക് എത്തുന്നതാണ്. അതായത് കർത്ത കൊടുത്തിരിക്കുന്ന മൊഴി നിസ്സാരമാണോ? പിണറായിയുമായുള്ള എൻ്റെ അടുപ്പത്തിൻ്റെ പേരിലാണ്, ആ സൗഹൃദത്തിൻ്റെ പേരിലാണ് വീണയുടെ സ്ഥാപനത്തിന് കരാർ നൽകിയത്. എനിക്ക് സേവനമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ കോടികൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് കർത്ത പറഞ്ഞിരിക്കുന്നത്. ഒരു ബന്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ വെറുതെ ആരെങ്കിലും ഇത്ര കോടികൾ ഒരാൾക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. കർത്ത ചിലതൊക്കെ വിഴുങ്ങുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് കേരളത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചതിൻ്റെ വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് കേരളത്തിലെ ഓരോ മനുഷ്യരും പറയുന്നുണ്ട് ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എത്രയോ കാലമായിട്ട് മാസപ്പടിയുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും ഒക്കെ പേരിൽ പിണറായിയുടെയും വീണയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പേരിലുള്ള ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഉപ്പ് തിന്നവർ അങ്ങ് മിടുക്കരാകുന്ന കാഴ്ചയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ഒരു ഡീൽ ഉണ്ടാക്കി ഇതെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ പിണറായിക്ക് നല്ല മിടുക്കാണെന്നും ഒരു ലാവ്ലിൻ തന്നെ കണ്ടില്ലേ സുപ്രീം കോടതിയിൽ പൊടി പിടിച്ച് കിടക്കുന്നത് എന്നും ജനങ്ങൾ പറയുന്നുണ്ട്. അവർ നിരാശയിൽ നിന്ന് പറയുന്നതാണ്. ഒന്ന് ഓർത്തു നോക്കുക, കേരളത്തിൻ്റെ സമ്പത്താണ് കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ
വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ ഒരു കുടുംബം കട്ടുകൊണ്ടുപോയി എന്ന് വേണം പറയാൻ. അതെവിടെ കൊണ്ടാണ് പതുക്കിയിരിക്കുന്നത്? ഷെൽ കമ്പനികളിലേക്ക് മാറ്റിയോ? ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ പേരൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇതുപോലെ എത്ര ഷെൽ കമ്പനികളിലേക്ക് ഈ തുക മാറ്റിയിട്ടുണ്ടാകും? നിസ്സാര തുകയൊന്നുമല്ല, കോടാനുകോടികളാണ് ഇതിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്നത്. കാരണം കർത്ത കേരളത്തിൽ നോട്ടമിട്ടത് കേരളത്തിൻ്റെ തീരദേശ മേഖലയാണ്. അവിടെ നിന്ന് കോടികൾ, അതായത് പൊന്ന് വിളയിക്കുന്ന കാശ് ഖനനത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. 4 വർഷം കേരളത്തിൻ്റെ തീരദേശം മുഴുവൻ ഖനനത്തിലൂടെ കുഴിച്ചെടുത്ത് മറിച്ചിട്ടുണ്ട് ഈ പറയുന്ന കർത്തയ്ക്ക് അതിനുള്ള എല്ലാ അനുമതിയും ഒത്താശയും ചെയ്തു കൊടുത്തത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്തായിരുന്നു. അതിൻ്റെ തെളിവുൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കോടാനുകോടികൾ ഇതിൻ്റെ മറവിൽ പല ഷെൽ കമ്പനികളിലൂടെയും മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ അന്വേഷണം അത് പൂർണ്ണമാകണമെങ്കിൽ വിദേശത്തെ ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് കൂടി കടക്കണം. പിണറായി വിജയന്റെ മകൻ ഉൾപ്പെടെ ഉള്ളവരിലേക്ക് എത്തണമെന്നുള്ളതാണ് ആവശ്യം ശക്തമാകുന്നത്. ഇനിയിപ്പോൾ പിണറായി വിജയൻ വേവലാതിപ്പെടുകയാണ്. കാരണം ED ശരവേഗത്തിലാണ് മുന്നോട്ട് കുതിക്കുന്നത്. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കത്തിലേക്ക് അവർ കടക്കുന്നു എന്ന് പറയുമ്പോൾ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. CPMന്റെ അടിവേരിളക്കുന്ന പണിയാണ് ഇത്. മാത്രമല്ല, ഈ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന എക്സാലോജിക് എന്ന കമ്പനിയുടെ അഡ്രസ്സ് AKG സെന്ററിൻ്റെതാണ്. ED ഉദ്യോഗസ്ഥർ AKG സെന്റർ ചവിട്ടിപ്പൊളിച്ചെത്താൻ നിന്നാൽ പാർട്ടി നാണം കെടും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളെ പാർട്ടി ആഫീസിൽ കയറി ഒളിപ്പിച്ചത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അന്ന് പോലീസ് അവിടെ വളഞ്ഞു. പോലീസ് പാർട്ടി ആഫീസിൽ കയറാൻ പോകുന്നു, കയറിയാൽ നാണം കെടുമെന്നും വന്ന ഘട്ടത്തിലായിരുന്നല്ലോ ഈ പ്രതികളെ പാർട്ടി ആഫീസിൽ നിന്ന് ഇറക്കി പോലീസിന് കൊടുത്തത്. അതായത് നിസാരം ഒരു പാർട്ടി ആഫീസിൽ കയറിയാൽ പോലും അത് ഞങ്ങൾക്ക് ക്ഷീണമാണ് എന്ന് കരുതുന്ന CPMന് ഇവരുടെ AKG സെന്ററിലേക്ക് തന്നെ ഈ ED ഉദ്യോഗസ്ഥർ കയറി എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? പിണറായിക്കെതിരെ വീണ്ടും അതിശക്തമായ മുറവിളി ഉയരുകയാണ്. പിണറായി വിജയൻ മാറി നിൽക്കണം. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇനിയെങ്കിലും പിണറായി വിജയൻ പാർട്ടി തലപ്പത്ത് നിന്ന് മാറി നിൽക്കണം. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുള്ള ആവശ്യമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത്. എന്തായാലും അടികൊണ്ട് കേസും പുക്കാറുമായി അകത്ത് കിടക്കുന്നവന്മാർക്ക് നല്ല ഒന്നാന്തരം പണിയാണ് കിട്ടിയത്. നേതാവിനെയും നേതാവിൻ്റെ മകളെയും താങ്ങാൻ പോയിട്ട് ഈ പൊട്ടന്മാർക്ക് എന്തെങ്കിലും അറിയാമായിരുന്നോ? പിണറായി വിജയൻ അത്ര നിസ്സാരക്കാരനാണോ? പിണറായി വിജയൻ കമിഴ്ന്ന് വീണാൽ കാൽപ്പണം നക്കും, അതാണ് ടീം. ഈ പിണറായി വിജയൻ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂട്ടത്തിലുള്ളവർ പോലും വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നിട്ടും ഇതുപോലും ബോധ്യപ്പെടാതെ അന്തം കമ്മികൾ പോയി ചെന്ന് ചാടിക്കൊടുത്ത് ED ഉദ്യോഗസ്ഥരുടെ വായിലേക്ക് ചെന്ന് കയറി. അവന്മാർ ഇപ്പോൾ അടപടലം അകത്ത് കിടക്കുന്നു. അകത്ത് കിടന്നുകൊണ്ട് പുറത്ത് നടക്കുന്ന വാർത്തകൾ അറിയുമ്പോൾ തലയിൽ കൈവയ്ക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നാണ് ഇവന്മാർ ഇപ്പോൾ കിടന്ന് കൂവി നിലവിളിക്കുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കി തരൂ എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉടനെ ഒന്നും ആയ കാലത്തൊന്നും പുറത്തിറങ്ങാൻ പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.